അല്ലാഹുവേ, ഈ പവിത്രമായ രാവ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിന്റെ ആ തുടക്ക ഭാഗം നിങ്ങൾ ആലോചിച്ച് നോക്കി. വൽ ഫജ്രി വലയാലിൻ അശ്ർ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാണ്. അള്ളാഹുവിന്റെ പവിത്രമായ ഖുർആൻ നമ്മൾ ഓതിയല്ലോ, സൂറത്തുൽ ഫജ്ർ ഓതിയില്ലേ? ആ സൂറത്തുൽ ഫജ്റിന്റെ പവിത്രമായ ഖുർആനു ശരീഫിലെ തുടക്കത്തെ വൽ ഫജ്ർ, പെരുന്നാളിന്റെ പ്രഭാതത്തെ തൊട്ട് തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, ആ 10 രാവുകൾ 10 രാത്രികൾ, പെരുന്നാളിന്റെ മുന്നുള്ള 10 രാത്രികൾ അഥവാ ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജയുടെ 10 രാത്രികൾ, ആ രാത്രികളെ തൊട്ട് തന്നെയാണ് സത്യം. പെരുന്നാളിന്റെ ദിവസത്തെ തൊട്ട് തന്നെയാണ് സത്യം. അലിഷോക്കി അള്ളാന്റെ ഖുർആൻ പറയാണ് വൽ വത്ർ, അറഫാ ദിവസത്തെ തൊട്ട് തന്നെയാണ് സത്യം. അത്രയും വലിയ ശ്രേഷ്ഠതകൾ, അത്രയും വലിയ മഹത്വങ്ങൾ നിറഞ്ഞ പവിത്രമായ ദുൽഹിജ്ജയുടെ മാസം. അല്ലാഹുവേ, ബലിപെരുന്നാൾ കൊണ്ട് അനുഗ്രഹീതമായ, അറഫാ ദിനം കൊണ്ട് അനുഗ്രഹീതമായ, പരിശുദ്ധ ഹജ്ജ് കൊണ്ട് അനുഗ്രഹീതമായ, അതിലേറെ ഈ 10 രാവുകളെ കൊണ്ട് അനുഗ്രഹീതമായ മാസം ദുൽഹിജ്ജയുടെ മാസം. അതുകൊണ്ട് തന്നെയാണ് പഴയ കാലത്തുള്ള സഹോദര സഹോദരിമാര് ആ രാവുകളിലും ആ ദിവസങ്ങളിലുള്ള ആഘോഷങ്ങളും പ്രോഗ്രാമുകളൊക്കെ മാറ്റിവെച്ച് ഇബാദത്തിന് വേണ്ടി മാത്രം സമയം നീക്കി വെക്കുമായിരുന്നു. ഇബാദത്തിന് വേണ്ടി മാത്രം. പഴയകാലത്തൊക്കെ അങ്ങനെയാണ്. കുടിൽക്കറി, കല്യാണം, സൽക്കാരങ്ങള്, മറ്റു കാര്യങ്ങളൊക്കെ പരമാവധി നീക്കി വെച്ച് ഇബാദത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന 10 രാവുകൾ, 10 രാത്രികൾ, 10 ദിവസങ്ങൾ, അതാണ് ദുൽഹിജ്ജയുടെ പരിശുദ്ധമായ 10 ദിവസങ്ങൾ. അൽഹംദുലില്ലാഹ്. അല്ലേശോക്കി ഞങ്ങള്. എന്നിട്ടോ അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്, ദുൽഹിജ്ജ 1 മുതൽ അറഫാ നോമ്പ് വരെ പഴയ കാലത്തുള്ള ആളുകളൊക്കെ ഇപ്പോഴുണ്ട്. ഒരുപാട് ഉമ്മമാര് ഉപ്പമാരുണ്ട്. ദുൽഹിജ്ജയുടെ 1 മുതൽ അറഫാ നോമ്പ് വരെ നോമ്പെടുക്കുന്ന ആളുകളുണ്ട്, അല്ലേ? നമ്മുടെ നാടുകളിലൊക്കെ കാണാൻ കഴിയും. പല ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ മാസത്തെ, ഈ ദിവസത്തെ നമ്മൾ അതിന്റെ വില കൽപ്പിക്കുകയും ആ ഒരു വില കൽപ്പിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ മാസത്തിന്റെയും ഈ ദിവസത്തിന്റെയും ശ്രേഷ്ഠത ലഭിച്ച ആ ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുന്നത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, മാ മിൻ അയ്യാമിൻ അൽ അമലുസ് സ്വാലിഹു അഹബ്ബുൻ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസം പോലെ ദുൽഹിജ്ജയുടെ ഈ 10 ദിവസങ്ങളുണ്ടല്ലോ, ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു അമലുകളെ പോലെ മറ്റൊരു അമലുകൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായിട്ടില്ല. അഥവാ ഈ ദിവസത്തിലെ അമലുകൾക്ക് അത്രത്തോളം വലിയ ശ്രേഷ്ഠതയാണ്, അത്രയും വലിയ മഹത്വങ്ങളാണ്, അത്രയും വലിയ ഇജാബത്താണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ദുൽഹിജ്ജയുടെ 1 മുതലുള്ള 10 ദിവസങ്ങൾ, ആ ദിവസത്തിൽ നിങ്ങളടക്കുന്ന ഇബാദത്തുകൾക്ക്, നിങ്ങളടക്കുന്ന സൽക്കർമ്മങ്ങൾക്ക്, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അല്ലാഹു നിങ്ങൾക്ക് വലിയ വലിയ പ്രതിഫലങ്ങൾ ഏറ്റിത്തരുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അത്രത്തോളം വലിയ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ടാണ് 1 മുതൽ ദുൽഹിജ്ജ 9 വരെ അഥവാ അറഫാ ദിവസം വരെ നമ്മൾ നോമ്പെടുക്കുന്നത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇനി അറഫയുടെ അന്നുള്ള നോമ്പെങ്കിലും നമ്മൾ എടുക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അറഫാ ദിവസത്തെ നോമ്പ്
1 മുതൽ 9 വരെ സുന്നത്തുണ്ട്. അറഫയുടെ അന്നുള്ള നോമ്പിന് പ്രത്യേക സുന്നത്താണ്. അറഫ നോമ്പിന്റെ പ്രത്യേകത എന്താ? ഇന്നെ നമ്മൾ മനസ്സിൽ കരുതുക, ഇൻഷാ അല്ലാ അറഫ നോമ്പ് ഇൻഷാ അല്ലാ നമുക്ക് നോക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറയും. അറഫ നോമ്പ് എടുക്കണം, ഈ വർഷത്തെ അറഫ നോമ്പ് എനിക്ക് നോക്കണം എന്നുള്ള ഒരു നിയ്യത്ത് നമ്മളെല്ലാവരും മനസ്സിൽ നമ്മൾ കൊണ്ടുവരിക. കാരണം എന്താ അറിയോ? അറഫ നോമ്പ് എടുത്താലുള്ള കൂലി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സിയാമു യൗമി അറഫത അഹ്തസിബു അലല്ലാഹ് അയ്യുകഫിറ സനതല്ലതി ഖബ്ലഹു വസനതല്ലതി ബഅദഹു. അറഫാ ദിവസത്തെ നോമ്പ് ഒരാൾ നോറ്റ് കഴിഞ്ഞാൽ, അറഫാ ദിവസത്തെ നോമ്പ് ഒരാൾ നോറ്റ് കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. അവന്റെ വരാനുള്ള ഒരു വർഷത്തെ പാപങ്ങളും അല്ലാഹ് പുറത്തു കൊടുക്കുന്നതാണ്. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപഭാരങ്ങളെല്ലാം പുറത്തു കൊടുക്കും. അറഫയുടെ നോമ്പിന് അല്ലാഹു നൽകുന്ന മഹത്വം, അറഫയുടെ നോമ്പിന് അല്ലാഹു നൽകുന്ന ശ്രേഷ്ഠത, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നത് പോലെ വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപക്കറകളെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പരിഗണിച്ചിട്ടാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അറഫ നോമ്പെടുക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സിന് നൽകുമെന്നാണ്. കാരണം എന്താ? വരാനിരിക്കുന്ന ഒരു വർഷത്തെ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പോ വരാനിരിക്കുന്ന കാലത്തേക്ക് അവനിക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കും. അറഫ നോമിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അറഫ നോമിന്റെ പ്രത്യേകതകൾ ഇൻഷാ അല്ലാഹ് ഇനി അറഫയാകുന്ന സമയത്ത് അറഫനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് വിശദീകരിച്ച് പറയാം. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജയുടെ ദിക്റുകൾ നമുക്ക് ചൊല്ലേണ്ടതുണ്ട്. അപ്പോ അറഫ നോമ്പ് അത് നോക്കണം എന്നുള്ള ഒരു നിയ്യത്ത് ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ മനസ്സിലെല്ലാവരും കരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാസം കണ്ട വിവരം ഇൻഷാ അല്ലാഹ് അറിഞ്ഞാൽ നിങ്ങൾ അറിയിക്കും കേട്ടോ. അത് കണ്ടിട്ട് അത് അറിഞ്ഞിട്ടില്ലല്ലോ, ഇൻഷാ അല്ലാഹ് അത് അറിഞ്ഞാൽ അറിയിക്കും. അപ്പൊ ഇവിടെ അറബ് രാജ്യങ്ങളിൽ ഇവിടെ ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ 1 അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫജ്റൊക്കെ എന്ന് നമ്മൾ ഓതിയത്. ഇൻഷാ അല്ലാഹ് ഇനി അതിന്റെ ദിക്റുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ ദിക്റുകൾ ചൊല്ലിയിട്ട് മുഅ്മിനീങ്ങളെ ഓരോ ദിക്റുകളും 10 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഓരോ ദിക്റുകൾ 10 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലണം. ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾ ഇൻഷാ അല്ലാഹ് മഹാന്മാരെ ചൊല്ലാൻ പഠിപ്പിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാര് ചൊല്ലാൻ പഠിപ്പിച്ച ദിക്റുകൾ ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണില്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലിക്കോളി 10 തവണ ഇൻഷാ അല്ലാഹ്. എല്ലാവരും അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا إله إلا الله عدد الدهور ചൊല്ലി لا إله إلا الله عدد الدهور തസ്ബീഹ് മാല മാർക്കണ്ട ട്ടോ. لا إله إلا الله عدد الدهور 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 لا إله إلا الله عدد الدهور. الحمدلله. അടുത്ത ദിക്ർ لا إله إلا الله عدد أمواج البحور 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 لا إله إلا الله عدد أمواج البحور
لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد النبات والشجر എല്ലാവരും ചൊല്ലുക ദുൽഹിജ്ജയുടെ പവിത്രമായ രാവുകൾ റബ്ബേ ആ രാവുകളുടെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ എല്ലാവരും ഓരോ ദിക്റും 10 പ്രാവശ്യം ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹു അദദൻ നബാതി വശജർ 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 إن شاء الله لا إله إلا الله عدد القطر والمطر 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 إن شاء الله 10 തവണ ഓരോ ദിക്ർ لا إله إلا الله عدد لمح العيون 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 لا إله إلا الله عدد لمع العيون لا إله إلا الله عدد لمح 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 العيون إن شاء الله അടുത്ത ദിക്ർ لا إله إلا الله خيرا مما يجمعون 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 بسم الله لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനെ ദുൽഹിജ്ജയുടെ 10 ചൊല്ലേണ്ട ദിക്റുകളാണ് ഞങ്ങൾ ചൊല്ലുന്നതല്ലാഹ് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്ക് റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ് ഈ മുത്തു മുഅ്മിനീങ്ങൾക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാനേ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഈ ദിക്റെല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ട് ദുൽഹിജ്ജയുടെ പവിത്രമായ ഈ രാവിലെ ഇൻഷാ അല്ലാഹ് കടങ്ങൾ വീടാൻ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളുണ്ട്. ആ ദിക്റ് ചൊല്ലിയാൽ അല്ലാഹു നമ്മുടെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരുമെന്നാണ്. ആ ദിക്റ് ചൊല്ലിയാൽ
അല്ലാഹു നമ്മുടെ കടങ്ങൾ അല്ലാഹു വീട്ടി തരുമെന്നാണ്. മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞിട്ട് ആ ദിക്ർ നിങ്ങൾ ചൊല്ലണം കേട്ടോ. റബ്ബ് നമ്മളെ കബൂലാക്കട്ടെ. എല്ലാവരും ചൊല്ലാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 തവണ എല്ലാവരും ചൊല്ലാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد بيده الخير وهو على كل شيء قدير. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد بيده الخير وهو على كل شيء قدير. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد بيده الخير وهو على كل شيء قدير. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد بيده الخير وهو على كل شيء قدير. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد بيده الخير وهو على كل شيء قدير. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد بيده الخير وهو على كل شيء قدير. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد بيده الخير وهو على كل شيء قدير. പവിത്രമായ ദുൽഹിജ്ജയുടെ അല്ലാഹി പവിത്രമായ രാവിലെ ഞങ്ങൾ ചൊല്ലുന്ന ദിക്ർ കാരണമായിട്ട് നീ ഞങ്ങളെ ആഖിബത്തിനെ നീ നന്നാക്കി തരണേ റഹ്മാനേ. ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവരെ വീട്ടിലിരുന്ന്, അതല്ലെങ്കിൽ വാഹനത്തിലിരുന്ന്, ഓഫീസുകളിലിരുന്ന്, കച്ചവട സ്ഥാപനങ്ങളിലിരുന്ന്, റൂമുകളിലിരുന്ന്, അങ്ങാടികളിലും കവലകളിലും ഇരുന്ന്, ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് പവിത്രമായ ദുൽഹിജ്ജയുടെ 1-ാമത്തെ ഈ രാവിലെ ഞങ്ങള് ദിക്ർ ചൊല്ലുമ്പോ റബ്ബേ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഖൽബിന് സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങൾ എനിക്ക് ദിക്ർ ചൊല്ലണമെന്ന് നിന്റെ ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. മനസ്സമാധാനമാണ് ലോകത്ത് ഏറ്റവും ആളുകൾക്ക് വേണ്ടത്. പണമല്ല, സൗന്ദര്യമല്ല, പവറല്ല, വീടല്ല, വാഹനമല്ല. ലോകത്ത് ഒരു മനുഷ്യനിക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. ആ മനസ്സിലെ ടെൻഷനുകളും, ആ മനസ്സിലെ ബേജാറുകളും, ആ മനസ്സിലെ സങ്കടങ്ങളും, ആ മനസ്സിലെ ദുഃഖഭാരങ്ങളും മാറുമ്പോഴാണ് ഒരു മനുഷ്യന്റെ മനസ്സിന് അല്ലാഹു നല്ല സമാധാനം കൊടുക്കുന്നത്. മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങൾ എനിക്ക് ദിക്ർ ചൊല്ലണമെന്ന് നിന്റെ ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അല്ലാഹുവേ, ദുൽഹിജ്ജയുടെ പവിത്രമായ ഈ രാവിലെ അല്ലാഹ് ഞങ്ങൾ ഈ മജ്ലിസിൽ ഇരുന്ന് ദിക്ർ ചൊല്ലുന്ന കാരണം കൊണ്ട് ഞങ്ങളെ മനസ്സിന് സമാധാനം തരണേ റബ്ബേ. ടെൻഷനുകള്, പേടികള്, ബേജാറുകള്, ദുഃഖങ്ങള്, സങ്കടങ്ങള് ഒന്നുപോലും ബാക്കിയില്ലാതെ ഞങ്ങളെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ,
സ്ക്രീനിൽ നോക്കിയിട്ട് എല്ലാവരും ചൊല്ലുക. ഓരോ ദിക്ർ 10 തവണയാണ് ചൊല്ലേണ്ടത്. എല്ലാവരും ചൊല്ലിക്കോളി. അവനവന്റെ മനസ്സിലും മുറാദ് വെച്ചിട്ട് ചൊല്ലിക്കോളി. അല്ലാഹ് കബൂലാക്കട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദാ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അഹദുൻ സമദുൻ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അഹദുൻ സമദുൻ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അഹദുൻ സമദുൻ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അഹദുൻ സമദുൻ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അഹദുൻ സമദുൻ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അഹദുൻ സമദുൻ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അഹദുൻ സമദുൻ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അഹദുൻ സമദുൻ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അഹദുൻ സമദുൻ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അഹദുൻ സമദുൻ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അഹദുൻ സമദുൻ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു 2 ദിക്ർ കൂടി ചൊല്ലുകയാണ്. ആ 2 ദിക്ർ കൂടി കഴിഞ്ഞാൽ കടങ്ങളെ വീടാനുള്ള ദിക്റാണ് നമ്മൾ ചൊല്ലുന്നത്. ദുൽഹിജ്ജയുടെ പവിത്രമായ രാവുകളല്ലേ, ദുൽഹിജ്ജയുടെ പരിശുദ്ധിയുള്ള ദിവസങ്ങളല്ലേ. അല്ലാഹു നമ്മളെ തട്ടിക്കളയൂല. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഹദിയ ചെയ്യുന്ന രാവാണ്.
റബ്ബേ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ മുഴുവനും ഖബൂലാക്കി ഹബീബായ തങ്ങളെ കിനാവ് കാണാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ, തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവരും 10 തവണ ചൊല്ലാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي وله الحمد له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഒരു ദിക്ർ കൂടി ചൊല്ലുകയാണ്. ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠത കൊണ്ട് റബ്ബേ ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്തവനക്ക് സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ എല്ലാവരും ചൊല്ലിക്കോളെ ഹസ്ബി അല്ലാഹു വകഫാ സമി അല്ലാഹു ലിമൻ ദഅ ലൈസ വറാ അല്ലാഹിൽ മുൻതഹാ. 10 തവണ ഹസ്ബി അല്ലാഹു വകഫാ സമി അല്ലാഹു ലിമൻ ദഅ ലൈസ വറാ അല്ലാഹിൽ മുൻതഹാ. ഹസ്ബി അല്ലാഹു വകഫാ സമി അല്ലാഹു ലിമൻ ദഅ ലൈസ വറാ അല്ലാഹിൽ മുൻതഹാ. ഹസ്ബി അല്ലാഹു വകഫാ സമി അല്ലാഹു ലിമൻ ദഅ ലൈസ വറാ അല്ലാഹിൽ മുൻതഹാ. ഹസ്ബി അല്ലാഹു വകഫാ സമി അല്ലാഹു ലിമൻ ദഅ ലൈസ വറാ അല്ലാഹിൽ മുൻതഹാ. ഹസ്ബി അല്ലാഹു വകഫാ സമി അല്ലാഹു ലിമൻ ദഅ ലൈസ വറാ അല്ലാഹിൽ മുൻതഹാ. ഹസ്ബി അല്ലാഹു വകഫാ സമി അല്ലാഹു ലിമൻ ദഅ ليس وراء الله المنتهى. حسبي الله وكفى سمع الله لمن دعا ليس وراء الله المنتهى. حسبي الله وكفى سمع الله لمن دعا ليس وراء الله المنتهى. حسبي الله وكفى سمع الله لمن دعا ليس وراء الله المنتهى.
റഹ്മാനേ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഇജാബത്ത് നൽകണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന ദിക്റുണ്ടല്ലോ, എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളല്ല വീട്ടിത്തരുന്ന ദിക്റാണ്. ഇൻഷാ അല്ലാ 7 തവണയാണ് നമ്മൾ ആ ദുആ ചെയ്യുന്നത്. പവിത്രമായ വെള്ളിയാഴ്ച രാവ് അഥവാ അറബ് രാജ്യങ്ങളിൽ ദുൽഹിജ്ജ 1 ഇന്ന്. അൽഹംദുലില്ലാഹ്, ദുൽഹിജ്ജയുടെ പവിത്രമായ ഈ രാവിലെ റബ്ബേ ലക്ഷക്കണക്കിന് ഹാജിമാരെ പരിശുദ്ധമായ ഹറമിലേക്ക് ഹജ്ജ് ലക്ഷ്യം വെച്ച് രാജ്യത്തിന്റെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മാനേ, ഈ പരിശുദ്ധമായ മജ്ലിസിൽ വെച്ച് ഞങ്ങളെ വെള്ളിയാഴ്ച രാവിലെ നിന്നോട് ചോദിക്കുന്നു അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളിൽ ഒരാളെയും നീ തട്ടിക്കളയല്ലേ റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ അല്ലാ, ഞങ്ങളിൽ ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഉസ്താദേ ദുആ ചെയ്യണം. കരുവാരക്കുണ്ടിൽ നിന്ന് മന്നമ്മോ എന്ന ഒരു ഉമ്മ മരണപ്പെട്ടു. അല്ലാഹു ആ ഉമ്മാന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അറിവിന്നിലാമ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ റബ്ബേ, അവരെ ഖബറുകളെല്ലാം സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ റഹ്മാനേ. പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം പലരും ഇന്ന് ഖബറിലാണ് അല്ലാ. ആ ഖബറുകളെല്ലാം സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇനി കടങ്ങളെ വീടാനുള്ള ദിക്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആ ദിക്ർ നിങ്ങളെ ചൊല്ലണം. മഹാന്മാരെ ചൊല്ലാൻ നിർദ്ദേശിച്ച ദിക്റാണ്. 7 തവണ നമ്മളത് ചൊല്ലാണ്. ഒന്ന് നമ്മൾ ഓർക്കുക, ദുൽഹിജ്ജയുടെ പവിത്രമായ രാവുകളാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ രാവുകളാണ്. വൽഫജിരി വലയാലിൽ അശ്ർ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പെരുന്നാളിന്റെ ദിവസത്തെ തൊട്ട് സത്യം ചെയ്തില്ലേ? ആ പെരുന്നാളിന്റെ ദിവസങ്ങൾക്ക്, പെരുന്നാൾ ദിവസത്തിന്റെ മുമ്പുള്ള 10 ദിവസങ്ങളെ അഥവാ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ഉള്ള ദിവസങ്ങളെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സത്യം പറഞ്ഞ രാവിലാണ് നമ്മളുള്ളതെന്ന് നമ്മൾ മറന്നു പോവല്ലേ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ 10 രാവുകളിൽ പറ്റുന്നവരൊക്കെ നോമ്പെടുക്കണം. 10 ദിവസങ്ങളിൽ പറ്റുന്നവര് നോമ്പെടുക്കണം. ഇനി പ്രയാസമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വരുന്ന അറഫാ ദിവസത്തെ നോമ്പ് നമ്മളാരും നഷ്ടപ്പെടുത്തരുതേ. 2 കൊല്ലത്തെ ദോഷങ്ങളെ അല്ലാഹു പുറത്തു തരുന്ന അത്രയും വലിയ മഹത്വമുള്ള നോമ്പാണ് അറഫയുടെ നോമ്പ്. ആ അറഫയുടെ നോമ്പ് നമ്മളെ നാട്ടിൽ എന്നാണോ അറഫ അന്നാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അറഫയുടെ ദിവസം എന്നാണോ ആ ദിവസമാണ് നമ്മുടെ നോമ്പ് വരുന്നത്. റബ്ബേ, അറഫയുടെ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ സിയാമു യൗമി അറഫത അഹ്തസിബു അലല്ലാഹ് അയ്യുകഫിറല്ലാഹു സനതല്ലതി ഖബലഹു വസനതല്ലതി ബഅദഹു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അബീ ഖതാദ റളിയല്ലാഹു അൻഹുവിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അറഫ ദിവസത്തെ നോമ്പ് ഒരാൾ നോറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ പാപഭാരങ്ങളെ അല്ലാഹു അവനിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ. തീർന്നിട്ടില്ല, വരാൻ പോകുന്ന ഒരു വർഷത്തെ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു നമുക്ക് പുറത്തു തരുകയാണ്. അഥവാ റബ്ബ് നമുക്ക് ദീർഘായുസ് തരുമെന്നാണ്. അറഫ നോമ്പെടുക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് കൊടുക്കുകയാണ്. റബ്ബേ,
അറഫയുടെ ദിവസത്തിന്റെ അന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇഖ്ലാസ് സൂറത്തോതി തൗബ ചെയ്യണം. അല്ലാഹു അറഫാ നോമ്പ് എടുക്കാനുള്ള സൗഭാഗ്യം അല്ലാഹ് നമുക്ക് തരട്ടെ. അല്ലാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ദിക്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ് റബ്ബേ, ഞങ്ങളെ മജ്ലിസിനെ ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് ഏറ്റെടുക്കണേ റഹ്മാനെ. അതിന്റെ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു രണ്ട് സന്തോഷം പറയുകയാണ്. ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലാഹുവേ രണ്ട് ചെറുപ്പക്കാർ ഇവിടെ വന്നിരുന്നു. അല്ലാഹ് ഉസ്താദേ ദുആരിക്കണം. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമത്തിലാണ്. അല്ലാഹ് ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അൽഹംദുലില്ലാഹ് ഇന്നലെ രാത്രിയും ആ ചെറുപ്പക്കാർ ഇവിടെ വന്നിരുന്നു. മൻസൂർ എന്ന് പറയുന്ന കൂട്ടുകാരനും ഉബൈദ് എന്ന് പറയുന്ന ഹൈദരാബാദിലുള്ള ഒരു സ്നേഹിതനുമാണ്. ആ സ്നേഹിതൻ വന്ന് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. മൻസൂർ എന്ന കൂട്ടുകാരൻ അത് മലയാളത്തിൽ എനിക്ക് പറഞ്ഞു തരാണ്. പറഞ്ഞതെന്താണ് ഉസ്താദേ, മക്കളില്ല, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന കൂട്ടുകാരനാണ്. ഹൈദരാബാദുകാരനായ നമ്മുടെ ആ പ്രിയപ്പെട്ട സ്നേഹിതൻ അൽഹംദുലില്ലാഹ് മടവൂർ ശൈഖുനാന്റെ പേരിലെ അവർ എല്ലാ ദിവസവും 5 ഫാത്തിഹ വെച്ച് ഓതാൻ പറയാറുണ്ട്. അൽഹംദുലില്ലാഹ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പാണ് ആ കൂട്ടുകാരൻ ഇവിടെ വന്നത്. ഇന്നലെയും സമ്മാനങ്ങളും ഗിഫ്റ്റുമായിട്ട് ആ 2 ചെറുപ്പക്കാരും ഇന്നലെ രാത്രി വന്നു. ഉസ്താദേ റിസൾട്ട് പോസിറ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. ആ ചെറുപ്പക്കാരന്റെ മുഖത്തുള്ള ഒരു സന്തോഷം എത്രയാണ്. ഹൈദരാബാദിലുള്ള കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്തിരുന്ന് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ആമീൻ പറഞ്ഞിരുന്നു. അവർ ആമീന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ കൂട്ടുകാരന്റെ ഭാര്യയ്ക്ക് വിശേഷം നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് റബ്ബേ, നീ അത് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ് ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ്. മറ്റൊരു ചെറുപ്പക്കാരൻ സ്വാലിഹ് എന്ന് പറയുന്ന ഞങ്ങളെ കൂട്ടുകാരൻ നീലേശ്വരക്കാരനാണ്, കാസർഗോഡുകാരനാണ്. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിന്റെ ഭാഗത്ത് നിന്ന് രാത്രി സമയത്ത് ഞങ്ങളെ കണ്ട് ഉസ്താദേ ഞങ്ങളെ കുടുംബം മജ്ലിസ് കേൾക്കുന്ന കുടുംബമാണ്. 2 ദിവസം കഴിഞ്ഞാൽ ലീവ് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. ഭാര്യ വിസിറ്റിങ്ങിന് വന്നതായിരുന്നു. മക്കളില്ല ഉസ്താദേ, പ്രത്യേകം ദ്വാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ അൽഹംദുലില്ലാഹ് സ്വാലിഹ് എന്ന കൂട്ടുകാരന്റെയും മെസ്സേജ് വന്നിട്ടുണ്ട്. ഉസ്താദേ ഭാര്യയ്ക്ക് പോസിറ്റീവാണ് കേട്ടോ. റബ്ബേ നീ അത് നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്, നീ നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. ഒരു വിഷമത്തിലും പെടുത്തല്ല റബ്ബേ, ഒരു പ്രയാസത്തിലും പെടുത്തല്ല അല്ലാഹ്. സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നീ കൊടുക്കണേ റബ്ബേ. മക്കളില്ലാത്ത എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. അവർക്കെല്ലാം സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ റഹ്മാനേ. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ മനസ്സുരുകി ദുആ ചെയ്യുമ്പോ നിങ്ങളും ഇൻഷാ അല്ലാഹ് ദുആയിരിക്കുക. കടങ്ങളെ വീടാനുള്ള ദിക്റാണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും ചൊല്ലിക്കോളി. എൻ്റെ കടങ്ങൾ വീടണം, എൻ്റെ മക്കളെ കടങ്ങൾ വീടണം, എൻ്റെ മരുമക്കളെ കടങ്ങൾ വീടണം. എല്ലാവരും ഈ ദിക്റ് ഒരു 7 തവണ എല്ലാവരും ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഫറജകൽ കരീം, അല്ലാഹുമ്മ സിത്രകൽ ഹസീൻ, അല്ലാഹുമ്മ മഅറൂഫകൽ ഖദീം, اللهم أوائدك الحسنة، اللهم أتاءك الحسين الجميل، يا قديم الإحسان إحسانك القديم، يا دائم المعروف معروفك الدائم. എല്ലാവരും ചൊല്ലി ഒരു തവണയായി അല്ലാഹു നമ്മുടെ കടങ്ങളെ വീട്ടിത്തരട്ടെ. ഇത് ചൊല്ലുമ്പോ മനസ്സിൽ കരുതിക്കോളി, എത്ര വലിയ കടങ്ങളാണെങ്കിലും വീടണം അല്ലാഹ്. അല്ലാഹുമ്മ ഫറജകൽ കരീം,
اللهم سترك الحسين اللهم معروفك القديم اللهم أبائدك الحسنا اللهم عطاءك الحسين الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم اللهم فرجك الكريم اللهم سترك الحسين اللهم معروفك القديم اللهم أبائدك الحسنة اللهم عطاءك الحسين الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم اللهم فرجك القريب اللهم سترك الحسين اللهم معروفك القديم اللهم أبائدك الحسنة اللهم عطاءك الحسين الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم اللهم فرجك القريب اللهم سترك الحسين اللهم معروفك القديم اللهم أبائدك الحسنة اللهم عطاءك الحسين الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم اللهم فرجك القريب اللهم سترك الحسين اللهم معروفك القديم اللهم أبائدك الحسنة اللهم عطاءك الحسين الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم ഒരു തവണ കൂടി എല്ലാവരും ചൊല്ലാം اللهم فرجك القريب اللهم سترك الحسين اللهم معروفك القديم اللهم أبائدك الحسنة اللهم عطاءك الحسين الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم എല്ലാവരും ആമീൻ പറയൂ റബ്ബേ ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണേ റഹ്മാനേ പവിത്രമായ ദുൽഹിജ്ജയുടെ സുന്ദരമായ രാവിലെ ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണേ അല്ലാ എത്ര വലിയ കടങ്ങളാണെങ്കിലും റബ്ബേ നീ വീട്ടി തരണേ അല്ലാ കടക്കാരെ മുമ്പിൽ ഞങ്ങളെ വഷളാക്കല്ലേ റബ്ബേ കടക്കാരെ മുമ്പിൽ ഞങ്ങളെ വഷളാക്കല്ലേ റബ്ബേ അറിവിന്നിലാമി കേൾക്കുന്ന മുത്തുമോമിനീങ്ങളുടെ കടങ്ങളെ വീട്ടിത്തരണേ റഹ്മാനേ കടങ്ങളെ വീട്ടിത്തരണേ റഹ്മാനേ കടങ്ങളെ വീട്ടിത്തരണേ റഹ്മാനേ അതിനുള്ള വഴികളെ അതിനുള്ള മാർഗങ്ങളെ ഞങ്ങളെ മുമ്പിൽ നീ തുറന്നു തരണേ അല്ലാ ഞങ്ങളെ മുമ്പിൽ നീ തുറന്നു തരണേ അല്ലാ